ബി ദിലീപ് കുമാറാണ് കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ദിലീപ്, മെയ് 4 തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വലിയ തർക്കങ്ങളും എല്ലാം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കാര്യത്തിൽ. അതിനുശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിച്ചതിന് ശേഷം പിന്നെ മന്ത്രിമാരുടെ കാര്യത്തിലായി തർക്കങ്ങളും ചർച്ചകളും, ഏറ്റവും ഒടുവിൽ വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ UDFന്റെ സർക്കാർ അധികാരമേൽക്കാൻ പോകുന്നത്. ഇന്ന് തന്നെ ആദ്യ ക്യാബിനറ്റ്, അതിൽ നിർണായകമായ തീരുമാനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എത്രത്തോളം പ്രതീക്ഷയോടെയാണ് ഈ UDF ക്യാമ്പിനെ നയിക്കാനുള്ള വി ഡി സതീശന്റെ ഒരുക്കം? കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ ഇന്ന് രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യവാചകം ചൊല്ലി അധികാരമേൽക്കും. UDF പ്രവർത്തകരുടെ ഒരു വലിയ നിര തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ തന്നെ രാവിലെ തന്നെ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ, അദ്ദേഹം നേരത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്ന കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് ഇപ്പോഴും പ്രവർത്തകരുടെ പ്രവാഹമാണ്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടേയിരിക്കുകയാണ്. 9:30 നിയുക്ത മുഖ്യമന്ത്രി കന്റോൺമെൻറ്റ് ഹൗസിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങും എന്നാണ്, സത്യപ്രതിജ്ഞ ചടങ്ങിന് പുറപ്പെടും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ചില നേരിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ഇന്നലെ രാത്രി തന്നെ പറഞ്ഞു തീർത്തു. കെ മുരളീധരന് വൈദ്യുതി വകുപ്പ് നൽകുന്നതിനോട് അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു. കെ മുരളീധരന് ആ പ്രശ്നവും പരിഹരിച്ചു. അദ്ദേഹത്തിന് ആരോഗ്യം, ദേവസ്വം എന്നീ വകുപ്പുകൾ നൽകുന്നതിനുള്ള ധാരണയായിട്ടുണ്ട്. ഷിബു ബേബി ജോൺ, RSPയുടെ പ്രതിനിധി, അദ്ദേഹത്തിന് ജലവിഭവ വകുപ്പ് നൽകാൻ നേരത്തെ തത്വത്തിൽ ധാരണയായതാണ്. പക്ഷേ അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആ വകുപ്പിനായി അവകാശവാദം ഉന്നയിച്ചതോടുകൂടി ഷിബു ബേബി ജോണിന് ഇപ്പോൾ വനം വകുപ്പിൻ്റെ ചുമതല നൽകുന്നതിനുള്ള തീരുമാനമുണ്ട്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഇന്നലെ അർദ്ധരാത്രിക്ക് മുമ്പ് തന്നെ പറഞ്ഞു തീർത്തുകൊണ്ടാണ് വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ ഇന്ന് അധികാരമേൽക്കുന്നത്. ഇതിൽ 14 പേർ പുതുമുഖങ്ങളാണ്. ഭരണരംഗത്ത് പരിചയമുള്ള PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല തുടങ്ങിയവരുണ്ട്. ഒരു ടേം മന്ത്രിയായിരുന്ന നിരവധി നേതാക്കളുണ്ട്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിമാരായിരുന്ന ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ് തുടങ്ങി നിരവധി മന്ത്രിമാരുണ്ട്. കെ മുരളീധരൻ നേരത്തെ ഒരു ഹ്രസ്വകാലം 2004 വൈദ്യുതി വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്നതാണ്. അങ്ങനെ പരിചയസമ്പന്നരും പുതുമുഖങ്ങളും അണിനിരക്കുന്ന മന്ത്രിസഭയായിരിക്കും. 2 വനിതകൾ, 2 ദളിത് നേതാക്കൾ, 2 യുവനിരയെ പ്രതിനിധീകരിച്ച് 2 പേർ. അങ്ങനെ ആ നിലയിലുള്ള പ്രാതിനിധ്യം കൂടി മന്ത്രിസഭ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം, സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വേദിയിൽ മറ്റാരെയും, അതായത് അവിടെ വേദിയിൽ ഉണ്ടാകേണ്ടത് മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ ചീഫ് സെക്രട്ടറി, ഗവർണർ എന്നിവരായിരിക്കണം എന്നത് സംബന്ധിച്ച നിർദ്ദേശം ലോക്ഭവൻ്റെ ഭാഗത്ത് നിന്ന് നൽകിയിട്ടുണ്ട്. നേരത്തെ തമിഴ്നാട്ടിൽ ജോസഫ് വിജയ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആ വേദിയിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. പക്ഷേ വേദിയിൽ മറ്റാരെയും ഇരുത്താൻ പാടില്ല എന്ന നിർദ്ദേശമാണിപ്പോൾ ലോക്ഭവൻ നൽകിയിട്ടുള്ളത്. ഹിമാചൽ പ്രദേശ്, തെലങ്കാന, കർണാടക മുഖ്യമന്ത്രിമാരും രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവരും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തും. തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയെ ക്ഷണിച്ചിരുന്നെങ്കിലും അദ്ദേഹം സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തുന്നില്ല എന്ന കാര്യം കൂടിയുണ്ട്. ഏതായാലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുള്ളത്. ഏവരും ഉറ്റുനോക്കുന്നത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനങ്ങളിലേക്കാണ്. ഇന്ന് രാവിലെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തീകരിച്ചതിന് ശേഷം 10 മണിയോടുകൂടി 10 മണിക്ക് ആരംഭിക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ്, അത് പൂർത്തീകരിച്ചതിന് ശേഷം ഗവർണറുടെ ഒരു ഹൈ ടീ ചായ സൽക്കാരം ഈ പുതുതായി അധികാരമേറ്റ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ഉണ്ടാകും. അതിനുശേഷമായിരിക്കും മന്ത്രിസഭാ യോഗത്തിലേക്ക് പ്രവേശിക്കുക. ആ മന്ത്രിസഭാ യോഗം സുപ്രധാനമായ പല തീരുമാനങ്ങളും കൈക്കൊള്ളുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ജനക്ഷേമകരമായ നിരവധി പ്രഖ്യാപനങ്ങൾക്ക് ആദ്യ മന്ത്രിസഭാ യോഗം അത്തരം തീരുമാനമെടുക്കും എന്ന കാര്യത്തിലും സംശയമില്ല. പ്രത്യേകിച്ച് ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന കാര്യത്തിൽ നേരത്തെ 21,000 രൂപയാക്കണമെന്നായിരുന്നു ആശാപ്രവർത്തകരുടെ ആവശ്യം. ആശാപ്രവർത്തകരുടെ ആവശ്യത്തിന് അനുകൂലമായ തീരുമാനമുണ്ടാകുമോ എന്ന് ആ നിലയിലുള്ളൊരു തീരുമാനം ഒരുപക്ഷെ ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വന്നേക്കും. ഇന്ദിരാ ഗ്യാരണ്ടി നേരത്തെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നതാണ്, UDFൻ്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിരുന്നതാണ്. സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള ഇന്ദിരാ ഗ്യാരണ്ടിയുടെ കാര്യത്തിലും ഈ മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ എന്തായിരിക്കും എന്നതറിയാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കേരളം. ഇപ്പോൾ തന്നെ ഈ പ്രവർത്തകർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയവരാണ്. എവിടെ നിന്നാണ് വന്നത്? ഞങ്ങൾ മലപ്പുറം ജില്ല പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ നിന്നവരാണ്. എപ്പോഴാണ് എത്തിയത്? ഞങ്ങൾ ഇന്നലെ ഉച്ചയോടുകൂടി എത്തി. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി കംപ്ലീറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഒരു 12-12:30 വരെ കന്റോൺമെൻറ്റ് ഹൗസിൽ തന്നെ ആയിരുന്നു. നേതാക്കളൊക്കെ കാണാൻ പറ്റി, വി ഡി സാറിനെ കാണാൻ പറ്റി, സന്തോഷമാണ്.
കേരളത്തിൽ 10 വർഷത്തിന് ശേഷം കോൺഗ്രസിൻ്റെ ഒരു ഭരണം വരികയാണ്. അതിൻ്റെ ആഹ്ലാദത്തിലാണ് ഞങ്ങളൊക്കെ. വലിയ ആഹ്ലാദത്തിലും ആവേശത്തിലുമാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ളവർ. ഞങ്ങൾ മലപ്പുറം കൊണ്ടോട്ടി മണ്ഡലത്തിൽ നിന്ന് എപ്പോഴാണ് എത്തിയത്? ഞങ്ങളിപ്പോൾ രാവിലെ എത്തി, രാത്രി അവിടുന്ന് തിരിച്ചു. ഇന്ന് രാവിലെ അവിടെ എത്തി. 10 വർഷത്തിന് ശേഷമുള്ള UDF കാരണം ഇന്ന് അധികാരം ഏൽക്കുന്ന ദിവസമാണ്. സത്യപ്രതിജ്ഞ കാണാൻ വന്നതാണ്. അങ്ങനെ വലിയ ആവേശത്തോടു കൂടി എത്തിയിരിക്കുന്ന പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഒക്കെയുണ്ട്. 10 മണിയോടുകൂടി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഇവരെല്ലാം അങ്ങോട്ടേക്ക് നീങ്ങുന്നതിനാണ് ഇപ്പോൾ ഇവിടെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനെ കാത്ത് കാണാൻ ഇവിടേക്ക് എത്തിയിരിക്കുന്നതാണ്. ഏതായാലും വലിയ ആവേശം സംസ്ഥാനത്തെമ്പാടും UDF പ്രവർത്തകർക്കുണ്ട്, കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ട്, വിവിധ ഘടകകക്ഷികളുടെ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെയുണ്ട്. ആ ആവേശത്തിൻ്റെ സാന്നിധ്യത്തിൽ ആവേശം സൃഷ്ടിക്കുന്ന ആ തരംഗത്തിനിടയിലായിരിക്കും ഇന്ന് കേരളത്തിൻ്റെ 13ാം മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യവാചകം ചൊല്ലി അധികാരമേൽക്കാൻ പോവുക. ദിൽന. ശരി, നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിലാണുള്ളത്. 9:30 തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് അദ്ദേഹം പുറപ്പെടുമെന്നാണ് B. ദിലീപ് കുമാർ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ പാളയംപള്ളിയിൽ നിന്ന് മേഘ്ന മുരളി കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മേഘ്ന, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്താണ് പാളയത്തേക്ക് നേതാക്കളൊക്കെ, സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്, രാവിലെ തന്നെ എത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. എന്തായിരുന്നു പ്രതികരണം? എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് വരുന്നുണ്ടോ? പ്രാർത്ഥന തുടരുകയാണെന്നാണ് തോന്നുന്നത്. പ്രസിഡന്റ് സണ്ണി ജോസഫാണ് ഇപ്പോൾ പാളയം പള്ളിയിൽ ദർശനം നടത്തുന്നത്. ഇവിടെ പ്രാർത്ഥിക്കാനായി 6 മണിയോടുകൂടിയാണ് എത്തിയിട്ടുള്ളത്. അതിൽ സണ്ണി ജോസഫിനെ കുറിച്ച് പറയുമ്പോൾ ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ റോൾ കോൺഗ്രസിന് വേണ്ടി വഹിച്ച നേതാവാണ് സണ്ണി ജോസഫ്. സണ്ണി ജോസഫിന് ഈ ഒരു മന്ത്രിസഭയിൽ റവന്യൂ വകുപ്പ് ലഭിക്കും എന്നുള്ള കാര്യം, അതായത് മന്ത്രിസഭയിലെ തന്നെ സുപ്രധാന വകുപ്പ് കൂടി കൈകാര്യം ചെയ്യാനുള്ള ഒരു നിയോഗമാണ് സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു പുതിയ തുടക്കം ഇന്ന് സണ്ണി ജോസഫിന്റെ വ്യക്തി ജീവിതത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിലും ഉണ്ടാകുന്നു. അതുമായി ബന്ധപ്പെട്ട ഇവിടെ പാളയം പള്ളിയിൽ എത്തുന്നു. രാവിലെ പള്ളിയിൽ നിന്ന് തുടങ്ങാമെന്നുള്ളതാണ് കയറിപ്പോകുന്നതിന് മുന്നേ സണ്ണി ജോസഫ് പറയുകയും ചെയ്തത്. അല്പസമയത്തിനകം തന്നെ സണ്ണി ജോസഫ് പുറത്തേക്ക് ഇറങ്ങും. അതിനുശേഷം ഒരു പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഈ സണ്ണി ജോസഫ് പേരാവൂർ മണ്ഡലത്തിൽ നിന്ന് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറുമ്പോഴും അതിൽ മന്ത്രിസഭയിൽ VD സതീശൻ സർക്കാരിൽ ഒരു നിർണായക വകുപ്പ് വഹിക്കാനുണ്ടാകും, അല്ലെങ്കിൽ അതിന് യോഗ്യനായിട്ടുള്ള ഒരാളാണ് സണ്ണി ജോസഫ് എന്ന് നേരത്തെ തന്നെ വിലയിരുത്തലുണ്ടായിരുന്നു. അങ്ങനെ റവന്യൂ വകുപ്പ് തന്നെ ഈ മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്യാനാണ് പാർട്ടി സണ്ണി ജോസഫിന് ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത്. അതിനുശേഷം ഇനി ഏതെങ്കിലും തരത്തിൽ KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമോ എന്നുള്ള കാര്യമടക്കം നിർണായകമാണ്. എന്തായാലും ഇങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുന്നു. പല ഉത്തരവാദിത്തങ്ങളും സണ്ണി ജോസഫിന്റെ മുന്നിലുണ്ട്. അതിൽ പുതിയ ഉത്തരവാദിത്തം ഇന്ന് ഏറ്റെടുക്കുന്നു. അതിന്റെ ഭാഗമായി അതിന് മുന്നോടിയായാണ് ഇപ്പോൾ പാളയം പള്ളിയിലേക്ക് എത്തുന്നത്. അതിൽ ഈ ഒരു കോൺഗ്രസ് 10 വർഷത്തിന് ശേഷം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശൻ സർക്കാർ അധികാരമേൽക്കുമ്പോൾ അതിന്റെ ഏറ്റവും മുന്നണി സ്ഥാനം, മുൻനിരയിലുള്ള ഒരു നേതാവ് കൂടിയാണ് കണ്ണൂരിൽ നിന്നുള്ള സണ്ണി ജോസഫ് എന്നുള്ളതാണ്. എന്തായാലും ഈ അരമണിക്കൂറായി ഇപ്പോൾ പാളയം പള്ളിയിൽ തന്നെ തുടരുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങും. അതിനുശേഷം ഈ ആദ്യ പ്രതികരണം, അതായത് ഈ ദിവസത്തെ ആദ്യ പ്രതികരണം സണ്ണി ജോസഫിൻ്റെതായി ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ ഒരു പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഈ നേരെ കന്റോൺമെന്റ് ഹൗസിലേക്കാണ് സണ്ണി ജോസഫ് പോവുക എന്നുള്ളതാണ് അറിയുകയും ചെയ്യുന്നത്. എന്തായാലും സണ്ണി ജോസഫിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ തുടക്കം, 10 വർഷങ്ങൾ അവർ കാത്തിരുന്ന ഒരു ദൗത്യത്തിന്റെ തുടക്കമാണ് ഇന്നുണ്ടാകുന്നത്. അത് എല്ലാ തരത്തിലും ഭംഗിയായി പൂർത്തീകരിക്കാനും അത് മറ്റതൃപ്തികളില്ലാതെ എല്ലാവരെയും ടീം UDF ആയി മുന്നോട്ട് കൊണ്ടുപോവുക, അതിന്റെ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളിൽ ഒരാൾ കൂടിയാണ് സണ്ണി ജോസഫ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പാളയം പള്ളിയിൽ നിന്ന് സണ്ണി ജോസഫ് പ്രാർത്ഥനകൾക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശരി, മേഘ്ന മുരളിയാണ് പാളയത്തെ പള്ളിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. KK ശൈലജ എന്ന CPMന്റെ ജനപ്രിയമായ മുഖം, അവരെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇത്തവണ സണ്ണി ജോസഫ് നിയമസഭയിലേക്ക് എത്തുന്നത്. പേരാവൂരിന്റെ സണ്ണി വക്കീൽ അങ്ങനെ ഇനി കേരളത്തിന്റെ റവന്യൂ മന്ത്രി ആകാൻ പോവുകയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്ന് പേരാവൂർ മണ്ഡലത്തിൽ തുടർച്ചയായി 4ാം തവണ നിയമസഭയിൽ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് സണ്ണി ജോസഫ് ഇന്ന് മന്ത്രിസഭയിൽ മന്ത്രി എന്ന നിലയിലേക്ക് മാറുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.